വയനാട് വാഗേരിയിലെ നരഭോജി കടുവ ഒടുവിൽ കൂട്ടിലായി. യുവ കർഷകന്റെ ജീവനെടുത്ത് 10 ദിവസം പൂർത്തിയാകുമ്പോഴാണ് കൂടല്ലൂർ കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവയെ കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തെരുവിലിറങ്ങിയതോടെ നാടകീയ രംഗങ്ങൾക്കാണ് പ്രദേശം സാക്ഷിയായത്. 10 ദിവസമായി വാഗേരിയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി വിതക്കുന്ന കടുവ ഇന്ന് ഉച്ചയോടെയാണ് കൂട്ടിലായത്. മുഖത്ത് ഗുരുതര മുറിവേറ്റ നിലയിലായിരുന്നു പിടിയിലാകുമ്പോൾ കടുവ. പ്രജേഷിന്റെ ജീവനെടുത്ത WWL 45 എന്ന നരഭോജി കടുവ തന്നെയാണ് കൂട്ടിലായത് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. സമാശ്വാസത്തിന്റെ അന്തരീക്ഷം പക്ഷേ വളരെ വേഗം സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പിന്നെ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. പത്ത് ദിവസം ഞങ്ങൾ ഇവിടെ കൊല്ലാതെ കൊണ്ടാൽ ഞങ്ങൾ എന്തായാലും സമ്മതിക്കാതെ. ഞങ്ങൾ പെണ്ണുങ്ങളെ കുട്ടികളെ എല്ലാവരെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കും. കടുവ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് ജനശ്രദ്ധ തിരിച്ചു പറ്റിക്കൊണ്ട് ഒരു 154 പ്രഖ്യാപിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു പറ്റി കടുവേനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ്. ഇതിനെ ഇവിടുന്ന് അയച്ചുവിട്ട് അപ്പുറം കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ഇതേപോലെ സാധനം പിന്നെയും തിരിച്ചു വരില്ലേ? കൂട്ടിലായ കടുവയെ വെടിവെച്ചു കൊല്ലുന്നതിനുള്ള നിയമ തടസ്സങ്ങൾക്ക് മുന്നിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സഹായരായി. മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനിടയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ സൗത്ത് വയനാട് DFO ഷജ്ന കരീം അടക്കമുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പലവിധ ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമായില്ല. ഒടുവിൽ ജനങ്ങളുടെ പ്രതിഷേധം പൂർണ്ണമായി ശമിക്കുന്നതിന് മുമ്പാണ് കടുവയെ കുപ്പാടിയിലെ വന്യമൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. എല്ലാ രീതിയിലുമുള്ള കേജിങ്ങും ട്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. ഇതിലാണ് അവസാനം ഞങ്ങൾക്ക് കേജിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും സഹായിച്ചു. ഇവിടെ നിന്നിനി കടുവയെ തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. 10 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് കടുവ കൂട്ടിലായത്. 5 മണിക്കൂറോളം നീണ്ട നാട്ടുകാരുടെ കനത്ത പ്രതിഷേധത്തിനൊടുവിൽ കടുവയെ കുപ്പാടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ്. ഷിജിത് കണ്ണോമിനൊപ്പം T. അനീസ് അലി, മീഡിയ 1 വയനാട്.